ടെറർ ഡയറക്റ്റഡ് ബൈ സ്പെൻസർ ആൻഡ് അന്ന. സിനിമ ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു ഹൊറർ മൂവി തന്നെയാണ് ടെറർ എന്ന് പറയുന്നത്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ക്ലീഷേ ഇതിൻ്റെ പ്ലോട്ട് ക്ലീഷ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീഷയാണ്. പക്ഷേ ഇത് സിനിമ മൊത്തത്തിൽ എൻഗേജിങ് ആണ്. മനസ്സിലായില്ലേ? സ്ക്രിപ്റ്റ് ക്ലീഷ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ ഇതിൽ വെറൈറ്റി വരുത്താൻ പറ്റൂല. കാരണം ഇന്നതും ഇറങ്ങി കഴിഞ്ഞില്ലേ, ഒരു ഒന്നാലോചിക്കണമെങ്കിൽ ഒക്കെ ഇറങ്ങി കഴിഞ്ഞില്ലേ. ഇപ്പം എന്തായാലും പുറമെ നിന്ന് പ്രായം വരണമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാ വഴികളും അല്ലേ, പ്രായം വരാൻ വഴികളില്ല. എല്ലാ സിനിമകളും എല്ലാ വഴികളും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ ഇനിയും വെറൈറ്റി ആണെന്ന് പറഞ്ഞ് ഈ ക്ലീഷ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്തായാലും കുറ്റം വരാൻ പറ്റില്ല. പക്ഷേ സിനിമ നല്ലൊരു രീതിയിലാണ് സിനിമ എടുത്ത് വെച്ചിട്ട്. നല്ല മേക്കിംഗ് ഉണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ ഈ പ്രായത്തിൻ്റെ പാസ്റ്റൊക്കെ പറയുന്ന സമയത്തൊക്കെയാണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു കോറ് നമുക്ക് മനസ്സിലാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് തീരെ ബോറടിക്കാതെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് ഇന്ന് കണ്ട ഒരു സിനിമ തന്നെയാണ് ടെറർ എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ എന്താ പറയുക, ഒന്നാമത് ഈ സിനിമ നല്ലൊരു സിനിമ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതൊരു ഒരു പ്രായം പൊട്ടന്മാരെ പോലെ ഇന്ത്യ കാണാൻ ഇത് നമുക്ക് ഇത് ഒന്നാമത് നമ്മൾ ഈ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ചില പ്രായം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യലേ തോന്നും. അത് പ്രായത്തിനൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഒരു മിക്ക കുറേ സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മിൻ്റെ രണ്ടാം ഭാഗമൊക്കെ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടും ചില സമയത്തൊക്കെ ഒരു ത്രില്ല് ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ അതേപോലെ ഒന്നല്ലത് ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രായം കണ്ടിട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രശ്നമാണ്. ആ പ്രായത്തിൽ ഒരു കസാലമിലൊക്കെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. ഇല്ല പൊന്നോ, അതൊക്കെ കിടിലനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ മേക്കിംഗ് സെറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് വെറുതെ ഒരു പ്രായപടം എന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ല അവർ. നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഞാൻ പറഞ്ഞു, ഈ സിനിമാറ്റോഗ്രാഫി അപ്പോൾ നമുക്ക് ശരിക്കും എടുത്ത് സിനിമാറ്റോഗ്രാഫി ഇങ്ങനെ ക്വാളിറ്റി കാരണം എക്സ്പോസ് ആയി നിൽക്കുന്നത് ഈ കൊസാൽമിൽ എടുത്തിട്ട് പ്രായം ആടുന്ന സീന് അങ്ങനത്തെ പരമാവധി. അതേപോലെ തന്നെ ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇത് ഒരു ഫ്രണ്ട്സ് ഡയറക്റ്റ് കാർഡ് കളിക്കുന്നതാണ് ഇത് ശരിക്ക്. അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അത് നല്ല രസമാണ്. അത് ഇങ്ങനെ കണ്ടിരിക്കാൻ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായില്ല? പിന്നെ അത് എന്താ പറയുക, പ്രൊഡിക്റ്റബിൾ ആണ്. എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. പ്രേതം വന്നാൽ എന്താ ലാസ്റ്റ് എന്താ ഉണ്ടാവുക, ഏറ്റവും ലാസ്റ്റ് എന്താ ഉണ്ടാവുക, ഒരു സംഭവം ഉണ്ടാവുക അതൊക്കെ തന്നെയാണ്. പക്ഷേ ആ സംഭവത്തിൻ്റെ ഈ തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള ഒരു മേക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കാരണം അതും ഈ സ്ക്രിപ്റ്റ് തീരെ ലാഗ് ഇല്ലാതെ വലിയ ഉപകാരമാണ്. ഇതൊക്കെ വലിയ ലാഗ് ഇല്ലാതെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്താ പറയുക, ഈ സിനിമ സ്ലോ പൈസ് വരെ ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് പോയ പ്രശ്നമാണ്. ഇത് നല്ല എൻഗേജിങ് ആയിട്ട് അങ്ങനെ ഇരുന്ന് കണ്ട ഏകദേശം 1.25 മണിക്കൂറാണ് അങ്ങനെ എന്തോന്നിട്ട് സിനിമ. അതിൽ മൊത്തം അങ്ങനെ ഒരു പറഞ്ഞ ഈ 1.25-2 മണിക്കൂർ കിടിലാനായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറഞ്ഞൊരു സാധനമാണ്. അതെപ്പോഴും മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ള് സൈലൻസിനും ഇങ്ങനെ പോകുന്ന കുറച്ചൊരു സീനുകളുണ്ട്. ആ സമയത്തൊരു BGM നല്ല രസമാണ് കേൾക്കാൻ. അതായത് പേടിയാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമയിൽ പിന്നെ എടുത്ത് പറഞ്ഞത് ഇതിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊരു പെണ്ണുണ്ട്. അതായത് ഇത് നായികയാണ്. അതായത് ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഈ കുറേ ഫ്രണ്ട്സിൽ എല്ലാത്തിനും ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ഒരേ സ്ക്രീൻ ടൈം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മെയിൻ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. എനിക്കിത് മെയിൻ ക്യാരക്ടറായിട്ട് തോന്നിയത് ഈ പെണ്ണിനെയാണ്. നല്ല അഭിനയം, നല്ല രീതിയിൽ നല്ല പെർഫോമൻസ്. അതായത് എന്താ പറയുക, ഇത് ക്രിഞ്ചാക്കാതെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്മാർക്കും നടികൾക്കൊക്കെ ഈ ഹൊറർ മൂവീസിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത്. പക്ഷേ ഇത് ഗ്രൂപ്പത്തിലൊക്കെ വിഷയമില്ല എന്നുള്ള രീതിയിലാണ് ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളൊരു മോശമാണെന്നുള്ളതല്ല, പക്ഷേ ഇത് സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു നടിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ സിനിമ ഓവറോൾ ഇപ്പോൾ കാണണമെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൊറർ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി, അതേപോലെ തന്നെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ട്വിസ്റ്റ് വരേണ്ടതുണ്ടെങ്കിലും ഒക്കെ പ്രഡിക്റ്റബിൾ ആണ്. ബട്ട് സിനിമ ഒരു അടിപൊളി സിനിമ. ഞാൻ പറഞ്ഞത് ഹോളിവുഡിൽ വെച്ചിട്ട് വലിയ സാധനം അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഹൊറർ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. എനിക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാനത് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഞങ്ങളും ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറയാം, ക്ലീശ സാധനമാണ്, ക്ലീശ പ്ലോട്ടാണ്, കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു സിനിമ ആയിട്ട് തന്നെയാണ്. സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ലാസ്റ്റത്തെ ഒക്കെ കുറച്ച് സീനുണ്ട് ഇങ്ങനെയാണ്. അതാണ് ക്ലൈമാക്സിലുള്ള കുറച്ച് സാധനങ്ങൾ. അതേപോലെ തന്നെ പ്രായത്തിൻ്റെ പാസ്റ്റ് പറയുന്ന സമയത്തൊക്കെ ഉള്ള ആ ഒരു സ്ക്രിപ്റ്റും അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇത് ഒരു സമയത്തായപ്പോൾ ഇതിൽ ആരെ സർവൈവ് ചെയ്യാൻ എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് അതേപോലെ തന്നെ സംഭവിച്ചു. അതാണ് പറഞ്ഞത്, പ്രഡിക്റ്റബിൾ ആണ്. ഹൊറർ മൂവീസ് ഇതിന് മുന്നും കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഡിക്റ്റബിൾ ആണ് സാധനം. പക്ഷേ സിനിമ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നത് കണ്ട നല്ലൊരു ഹോളിവുഡ് ഹൊറർ മൂവിയാണ് ടെറർ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. മിനിസാറ്റ് ടോക്സ് സൈനിങ് ഓഫ്.